സർ, ഒരു സ്റ്റുഡൻറ്റിൻ്റെ സക്സസിന് പിന്നിൽ സ്റ്റുഡൻറ്റിനെ പോലെ തന്നെ എഫേർട്ട് ഇടുന്ന ഒരാളാണ് ഫാക്കൽറ്റി അല്ലെങ്കിൽ മെൻറ്റേഴ്സ്. ടിജൂസ് അക്കാഡമിയിലെ എല്ലാ സ്റ്റുഡൻസും 400 ആൻഡ് എബവ് കണ്ടിന്യൂസ് ആയിട്ട് സ്കോർ ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് തന്നെ എവിഡൻ്റ് ആണ് ഒരു ഫാക്കൽറ്റി അല്ലെങ്കിൽ അവരുടെ ടീച്ചേഴ്സിൻ്റെ നല്ലൊരു സപ്പോർട്ട്. ടിജൂസ് അക്കാഡമിയിലെ സ്റ്റുഡൻസും ഫാക്കൽറ്റിയും തമ്മിലുള്ള ഒരു റാപ്പോ എങ്ങനെയാണ്? എന്താ അതിനെക്കുറിച്ച് പറഞ്ഞു ചോദിച്ചാൽ ആദ്യം വരുന്നത്, പലപ്പോഴും നമ്മൾ പലയിടത്തായിട്ട് കണ്ടിട്ടുള്ള കാര്യം, സ്റ്റാഫ് ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല പലപ്പോഴും. കാരണം ഞാനും പലയിടത്ത് വർക്ക് ചെയ്തപ്പോഴൊക്കെ കണ്ട കാര്യം, നമ്മൾ നമ്മുടെ സബ്ജക്റ്റ് പഠിപ്പിച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് കാരണം അങ്ങ് പോകാനാണ് പലപ്പോഴും ആഗ്രഹം. അവിടെ മാറിയിട്ട് ഇത് ആ കുട്ടിയെ ജയിപ്പിക്കേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. മേ ബി ചിലപ്പം നമ്മളെ സംബന്ധിച്ച് റീഡിംഗ് ഉണ്ട്, ലിസണിംഗ് ഉണ്ട്, 4 മോഡ്യൂൾസാണ് ഉള്ളത്. ഈ 4 മോഡ്യൂൾസിലും ഓരോ ട്രെയിനേഴ്സാണ് വരുന്നത്, എക്സ്പേർട്ടായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, എനിക്ക് റീഡിങ് മാത്രമായിട്ട് എന്ത് ചെയ്താൽ മതി, കംപ്ലീറ്റ് ചെയ്താൽ മതി, റീഡിങ് പഠിപ്പിച്ച് കംപ്ലീറ്റ് ചെയ്താൽ മതി, അങ്ങനെ ചിന്തിക്കാം. അപ്പം ലിസണിങ് ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും സ്പീക്കിംഗ് ആണെങ്കിലും അങ്ങനെ ചിന്തിക്കാം. പക്ഷെ അവിടുന്ന് മാറി എന്താ പറയണ്ടേ, റീഡിങ് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ലിസണിങ്ങും ബാക്കിയുള്ള ഏരിയയും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടി ഈ പറഞ്ഞ സ്കോർ, ഇപ്പോൾ പറഞ്ഞ സ്ഥിരമായിട്ട് ടിജൂസിൻ്റെ കുട്ടികൾ 400 മേടിക്കുന്നുണ്ട്. ആ സ്കോറിലോട്ട് അവരെത്താൻ കാരണവും എല്ലാ ട്രെയിനേഴ്സും എല്ലാ സബ്ജക്ട്സിൻ്റെ റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഏറ്റെടുക്കുക. അത് നമ്മുടെ ട്രെയിനിങ്ങിൽ ഉൾപ്പെടെ പലപ്പോഴും നമ്മുടെ ട്രെയിനിങ്ങിൽ നമ്മൾ സ്റ്റാഫിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഇങ്ങനെയാണ് കരുതേണ്ടത്, ഇങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യേണ്ടത്. നമ്മൾ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ 4 മോഡ്യൂളും 400 മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ 4 മോഡ്യൂളും 400 മേടിക്കാനായിട്ട് ഓരോ ട്രെയിനേഴ്സിനും അവരുടെ മൈൻഡ് സെറ്റ് ഒരുപാട് പ്ലാനാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ആ പ്ലാൻ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇവർ ഈ 400 നമുക്കിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ്. സ്റ്റാഫ് ഒരേപോലെ ഒരേ ഫാമിലി ആയിട്ട് അവരുടെ 4 മോഡ്യൂളും ടേക്ക് കെയർ ചെയ്യുന്നു. കാരണം റീഡിങ് കളിക്കുന്ന ആൾ ഇടയ്ക്കിടയ്ക്ക് കുട്ടിയെ വിളിച്ചിട്ട് ലിസണിങ് എങ്ങനെയാണെന്ന് ചോദിക്കും. ലിസണിങ് എടുക്കുന്ന സ്റ്റാഫ് റൈറ്റിംഗ് എങ്ങനെ ഓക്കെ ആണെന്ന് ചോദിക്കും. കാരണം അവർക്കറിയാം ഏതെങ്കിലും ഒരു മോഡ്യൂൾ പോയി കഴിഞ്ഞാൽ ഈ എക്സാം ആദ്യം മുതലാണ്. സാധാരണ നമ്മളിപ്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു എക്സാം സംബന്ധിച്ച് അതിൻ്റെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പോയി കഴിഞ്ഞാൽ അത് മാത്രം എഴുതേണ്ട ഒരു സാഹചര്യമാണ് നമ്മൾ പണ്ട് സ്കൂളുകളിൽ മുതൽ പഠിച്ചു വരുന്നത്. കാരണം അത് മാത്രം ഫീൽ ആകുമ്പോൾ അത് മാത്രം എഴുതിയാൽ മതി. ഇമ്പ്രൂവ്മെൻറ്റ് എക്സൊക്കെ ക്ഷണിക്കറിയാമെന്ന് ഞാൻ കരുതുന്നു. അതിന് ഒരു മോഡ്യൂൾ മാത്രമോ അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് മാത്രം എഴുതിയെടുത്ത് പാസ്സാകാൻ പറ്റും. ഇവിടെ അത് നടക്കില്ല. ഏതെങ്കിലും ഒരു മോഡ്യൂൾ പോയാൽ ആ 4 വീണ്ടും എഴുതണം. അതുകൊണ്ട് തന്നെ എല്ലാ ട്രെയിനേഴ്സും എല്ലാ മോഡ്യൂൾസിലും കോൺസെൻട്രേഷൻ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ചില റീഡിങ് എടുക്കുന്ന സ്റ്റാഫ് ഇപ്പോൾ സ്പീക്കിങ്ങും റൈറ്റിങ്ങും ഒക്കെ എടുക്കാൻ തയ്യാറാണ്. അവർ പഠിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ ആ കുട്ടിയെ 4 ഏരിയയിലും കവർ ചെയ്യാമെന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉറപ്പാണ് റെസ്പോൺസിബിൾ ആക്കുക സ്റ്റാഫിനെ. ഇതിന് മറുപടി അവരുടെ ബന്ധം അത്രയും സ്ട്രോങ് ആക്കാൻ കാരണം അവരുടെ എല്ലാ മേഖലകളിലും സ്റ്റാഫ് എന്താകുന്നുണ്ട്, റെസ്പോൺസിബിൾ ആകുന്നുണ്ട്. ഒരു 100% റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതുകൊണ്ടാണ് ഇവർ ഈ 400 സ്കോർ എത്താനായിട്ട് സാധിക്കുന്നത്. ഇപ്പം സാറ് പല പ്രാവശ്യം മെൻഷൻ ചെയ്തു സ്റ്റാഫിന് കൊടുക്കുന്ന ട്രെയിനിങ് ടിജൂസ് അക്കാഡമിയുടെ സീക്രട്ട് ആണോ അതോ നമ്മളൊരു ഷെയർ ചെയ്യാൻ പറ്റുന്നതാണോ? വലിയ ക്വസ്റ്റ്യനാണ്. ഇവിടെ ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയുന്നത്, ട്രെയിനിങ് ആണ് ശരിക്കും. അത് ഏത് മേഖലയാണെങ്കിലും ട്രെയിനിങ് നന്നായിട്ട് അവർക്ക് കൊടുത്താലേ ആസ് എ MD എന്ന രീതിയിൽ ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് അവരിലേക്ക് കിട്ടണം. ശരിയല്ലേ? നമുക്ക് അവരുടെ ഫ്രണ്ടിലിരിക്കുമ്പം ഞാൻ ഇതാണ് നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ക്ലാരിറ്റി അവർക്ക് കൊടുത്തു കഴിയുമ്പം അവർക്ക് മനസ്സിലാവും ഞങ്ങളുടെ ജോലി ഇന്നതാണ്. ആ ജോലി 100% സാർ ആഗ്രഹിക്കുന്ന പോലെ ചെയ്യണമെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ അവർക്കത് ട്രെയിനിങ്ങിന് ക്ലിയർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ അത് പുറത്ത് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടിജൂസിൻ്റെ മാത്രമായിട്ട് സീക്രട്ടാണ് ആ ട്രെയിനിങ്. അത് നമ്മൾ പുറത്തോട്ട് എങ്ങനെയാണ് അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ട്രെയിനിങ് വഴി മാത്രമേ നമുക്ക് ഇവരെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഒരു സ്റ്റാഫ് പുതിയതായിട്ട് ടിജൂസിൽ ജോയിൻ ചെയ്യുമ്പോൾ സാർ കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്താണ്? ഞാൻ അവർ കൊടുക്കുമ്പോൾ പറയുന്നത്, ജോയിൻ ചെയ്ത കുട്ടി നമ്മളെ വിശ്വസിച്ച് ഒരു വലിയ എമൗണ്ട് അവർ മുടക്കി, മേ ബി അവർ കടം മേടിച്ച് പൈസ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡോ ഒക്കെ അധ്വാനിച്ചൊരു പൈസ ആയിരിക്കും. ആ പൈസയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിനവർ എത്രയാണോ തന്നിരിക്കുന്ന എമൗണ്ട് അതിൻ്റെ ഇരട്ടി അവർക്ക് തിരിച്ചു കിട്ടണം. അപ്പം അതിനെന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്? അതിന് നിങ്ങളുടെ കഴിവിൻ്റെ മാക്സിമം അത് നിങ്ങൾ ചെയ്ത് അവരെ ആ വിജയത്തിലോട്ട് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. കാരണം അവർക്കൊരു ക്ലാരിറ്റി അവിടെ കൊടുക്കുന്നത്. അവരുടെ മിഷൻ അവരുടെ മനസ്സിൽ വേണ്ടത്, ഞാൻ പഠിച്ചു വന്ന കുറേ കാര്യങ്ങളുണ്ട്, അത് വീണ്ടും വീണ്ടും റിസർച്ച് ചെയ്ത് പഠിച്ച് ഈ കുട്ടിയെ ജയിപ്പിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അത് നമ്മൾ കൃത്യമായിട്ട് ജോയിൻ ചെയ്യുന്ന സമയം തന്നെ പറയും.
ഇവിടുന്ന് പാസ്സായി പോയിട്ടുള്ള പല സ്റ്റുഡൻസും പറയുന്ന ഒരു കാര്യമാണ്, ടെസ്റ്റിമോണിയൽസിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്, ഇവിടുത്തെ ഫാക്കൽറ്റി അവർക്ക് ഫാമിലി പോലെയാണ്, പിന്നെ അവർക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. ടിജൂസ് അക്കാഡമിയിൽ ഒരിക്കൽ വന്ന് പഠിച്ചാൽ എല്ലാവർക്കും ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. അതിന്റെ ഒരു സീക്രട്ട് എന്താണ്? കാരണം ഇവിടുന്ന് പോയിട്ടുള്ള കുറച്ച് കുട്ടികൾ ഇപ്പോഴും വരാറുണ്ട് ഇവിടെ. അവരിവിടെ കാരണം അവർ UK പോയാലും അല്ലെങ്കിൽ അവർ ഏത് യൂറോപ്യൻ കൺട്രി പോയാലും അവരൊന്നുകൂടെ വരികയും അവരെ ഞങ്ങളെ മീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. മീൻസ് അവർക്ക് ആ ഒരു 3 മാസം എന്താ പറയണ്ട, അവർക്ക് ഒരു ഫാമിലി പോലെ അവരെ എല്ലാ മേഖലകളിലും, പലപ്പോഴും പഠിക്കുന്ന കാര്യം മാത്രമല്ല, മേ ബി അതായിരിക്കും കാരണം, അവർ ഓപ്പൺ അപ്പ് ആയിട്ട് ട്രെയിനേഴ്സിനോട് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ, അവരുടെ ഫാമിലി കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ വിൻസ് ഉണ്ട് അല്ലേ. നമ്മൾ ചിലപ്പോൾ ഒരു പുതിയ ബുക്ക് വായിച്ചെന്നോ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം നേടിയെന്നോ അതുവരെ നമ്മുടെ ട്രെയിനേഴ്സോട്ട് അവർ ഡിസ്കസ് ചെയ്യും. ആ രീതിയിലോട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടാണ് അവർക്ക്, എനിക്ക് തോന്നുന്ന, ഒരു ഫാമിലി ഫീൽ അവർക്കുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നേടിയ, അവരാഗ്രഹിച്ചൊരു ചെറിയ കാര്യമായിരിക്കും, അത് അവർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്റ്റാഫോട് ഷെയർ ചെയ്യുന്നുണ്ട്, അവർ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഫ്രീ ടൈമുകൾ അവർ ടീച്ചറിനോടൊപ്പം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ കാരണവും അത് തന്നെ. അപ്പം അതുകൊണ്ട് ആ ഒരു എന്താ പറയേണ്ട ഫീല് നിൽക്കുന്നതുകൊണ്ടാകാം, കാരണം അവർക്കൊരു ഫാമിലി ഫീലായി. അതുകൊണ്ട് തന്നെ അവർ പോയി കഴിഞ്ഞിട്ട് ഇവിടെ വരാറുണ്ട്, സംസാരിക്കാറുണ്ട്. അത് എത്ര വർഷം കഴിഞ്ഞിട്ടുള്ളവർ, മേ ബി ചിലർ ഇവിടുന്ന് പോയിട്ട് 10-15 വർഷം കഴിഞ്ഞിട്ടുള്ള, കാരണം ഞാൻ ഒരുപാട് നേരത്തെ പഠിപ്പിച്ച കുട്ടികളുണ്ട്, അവരിപ്പോഴും വരാറുണ്ട്, കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. എന്താ പറയേണ്ടത്, ഭയങ്കര സന്തോഷമാണ്. സാറും പഠിപ്പിക്കുന്നുണ്ട്, സാർ ഇവിടുത്തെ MD ആണ്, അതിനോടൊപ്പം തന്നെ സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യുന്നതുകൊണ്ട്. സാർ ആസ് എ ടീച്ചർ, സാറിന് ഉള്ളിലുള്ള ഒരു സാറിൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതെന്തായിരിക്കും? ഞാനിപ്പം കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യവും മനസ്സിൽ, ഞാൻ എൻ്റെ ക്ലാസ് കൂടുതലും കുറച്ചുകൂടെ ഫണ്ണാക്കും. പലപ്പോഴും ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ചില സാറുമാർ വന്ന് കൃത്യമായിട്ട് ടോപ്പിക്കുകൾ മാത്രം പറഞ്ഞിട്ട് ഇറങ്ങി പോകും. ചില സാറുമാർ വരുമ്പം അവരുടെ ക്ലാസ് ഫണ്ണായിരിക്കും, നല്ലപോലെ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള, അപ്പം കുറേ ആക്ടിവിറ്റി കാണും. അപ്പം നമുക്ക് ബോറാകത്തില്ല, ആ ഒരു മണിക്കൂർ പോയി നമ്മൾ അറിയത്തുമില്ല. അപ്പം ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ എന്താ പറയണ്ടത്, ഞാൻ പണ്ട് പഠിപ്പിച്ചിരുന്നതല്ല, പണ്ട് എന്നെ പഠിപ്പിച്ചിരുന്ന രീതി, അവർ കുറച്ച് സാറുമാർ അപ്ലൈ ചെയ്തിട്ടുള്ള കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ ഞാൻ എൻ്റെ ക്ലാസ്സുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് കുട്ടികൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടാൻ തുടങ്ങിയതും അവരുടെ ലെവലിലോട്ട് ഇറങ്ങി നമുക്ക് ചെന്ന് പഠിപ്പിക്കുന്നതായിട്ട് തോന്നണം. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ മനസ്സിൽ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ, ഇങ്ങനൊരു സാറായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. അത് ഞാനിപ്പം എന്നിലൂടെ കുറേ വായനകളും വായിച്ച ബുക്കുകളിൽ നിന്നും എല്ലാം മനസ്സിലാക്കി അവരിലോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതെനിക്ക് തോന്നുന്നു കുട്ടികൾ പലപ്പോഴും പറയാറുണ്ട്, സാർ പോയ സമയം അറിഞ്ഞില്ല. അപ്പം മേ ബി അതിന് കാരണം അതായിരിക്കും.